അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ഇടപ്പള്ളി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് കോഴി നേർച്ച, അവിടുത്തെ കുറേ ആചാരങ്ങളിലൊന്നാണ് ഈ കോഴി നേർച്ച. അപ്പോൾ ഈ കൊല്ലം ഞങ്ങളത് കോഴി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോഴീനെയൊക്കെ എടുത്ത് തൂക്കി ആ കടയിൽ ഏൽപ്പിച്ചിട്ട് നേരെ ഇടപ്പള്ളി പള്ളിയിലേക്ക് വന്നേക്കണം. എന്തിനാണ് നേർച്ച ഇട്ടിട്ട് വേണം ഇനി കോഴീനെ ഇറക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഇവിടെ നിന്ന് ലേലം വിളിച്ചെടുക്കാറുണ്ട്. പക്ഷേ ലേലം വിളി ഞങ്ങൾ വെക്കണ ദിവസം ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ മറ്റേ ഈ നേർച്ച ഇട്ടതിന് ശേഷം നമ്മുടെ കൂട്ടുകാർ ചെയ്തൊരു കാഴ്ച നിങ്ങൾ കണ്ടോ ആദ്യം. ഹലോ, ഇതാ തൂക്കിയിട്ടിരിക്കുന്ന കോഴിയൊക്കെ തട്ടിക്കോ. ഞങ്ങളൊരു അരമണിക്കൂറുണ്ട് നേർച്ചയിട്ട് കഴിഞ്ഞ്. അതായത് ആ കടയിലെ കോഴിനെ തൂക്കി വെച്ച് എത്ര കിലോ ആണെന്നൊക്കെ തൂക്കി വെച്ചിട്ട് ഏൽപ്പിച്ചിട്ടാണ് നേർച്ചിടാൻ പോയത്. നേരെ നേർച്ചിട്ടതിന് ശേഷം പുള്ളി വിളിച്ച് പറഞ്ഞൊരു ശൈലി കണ്ടപ്പോൾ ഒന്നും കൂടി ചെയ്യിച്ചാണ്. കാരണം പുള്ളി വിളിച്ചു പറഞ്ഞപ്പോൾ രസമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുമെന്നും ചോദിച്ചും ചെയ്യിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോസ്കോയുടെ വീട്ടിലാണ് ഇത്തവണ കോഴി വെക്കണത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വണ്ടിയിൽ റെഡിയാണ്. എന്നെ വെക്കാനുള്ള ചെമ്പ അതൊക്കെ എല്ലാം വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇത് ചേട്ടൻ പുള്ളിയാണ്. എന്താണ് ഒരമ്മക്ക് പറക്കാതെ പോയ ചേട്ടനും പുള്ളിയാണത്. മൂത്ത ചേട്ടനെത്തിയിട്ടുണ്ട് നമ്മുടെ മൈക്കിലേട്ടൻ. അതിൻ്റെ ഇടയിൽ അടുത്ത രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഡാഡി വിൽസൻ്റെ ഒരു കോട്ടൻ്റെ കുപ്പിയിൽ വെളിച്ചെണ്ണ കൊണ്ടുപോകണേന് വീട്ടിലേക്ക്. അത് വെളിച്ചെണ്ണ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് മറന്നുപോയി. നമ്മൾ കോഴി വെക്കാൻ മേടിച്ച വെളിച്ചെണ്ണയിൽ ആ വെളിച്ചെണ്ണ കൊണ്ടുപോയ ഒരു കാഴ്ചനുണ്ട്. അതിനുശേഷം ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടി. ഇപ്പുറത്ത് കുറച്ച് പേര് ഇടപ്പള്ളി പോകാൻ നിൽക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം. കാരണം ചട്ടയും മുണ്ടും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടാറില്ലേ. അമ്മ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മിച്ചായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ശേഷം നമ്മുടെ ഇട്ടിമാണിയൊക്കെ ഇവിടെ പണിയിലാണ്, പണിപ്പുരയിലാണ്. അങ്ങനെ ഇതൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്താവും എന്തോ എന്നുള്ളതാണ് ടെൻഷനൊന്നും ആർക്കും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സ്ഥിരം കുക്കാണ് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പൂക്കളോട് വേണം കാണുന്നത്. ചിക്കൻ വെച്ച് പൂക്കളോട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടിമാണി. ഞങ്ങളുടെ സ്വന്തം ഇട്ടിമാണി കണ്ടോ. അപ്പുറത്ത് മൈക്കിലേറിനും ഉണ്ട്. ഇത് രണ്ടും കൂടിയാണ് കുക്ക് ചെയ്തത്. അതൊക്കെ നമുക്ക് അവസാനം പറയാം. ഇത് പിന്നെ ചെയ്യണതൊക്കെ ശരിയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ സൈമൺ ബ്രോയും ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ആ കഴിച്ചാണ് നിങ്ങൾ കണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ചൂണ്ടിക്കണം, അത് വേറെ. അപ്പോൾ നമ്മുടെ നിജിം കണ്ടിട്ടുണ്ട്. നിജിം വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നിജിനെ അഭിനയിക്കണം പറഞ്ഞു. എനിക്ക് പോയി അഭിനയിച്ചോടാന്ന് പറഞ്ഞു. അവൻ അപ്പുറത്ത് പോയി നിൽക്കുന്നതാണ്. ഒരു രസത്തിന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ട്. അപ്പുറത്ത് റോയ്സ് ഞാൻ ഉണ്ടായിരുന്നു. കുറച്ച് പേരുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്താൻ മൈക്കിലേറിനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇതിപ്പോൾ ഞങ്ങൾ ഈ പണി തുടങ്ങിയേക്കണം. എന്തായാലും ഇവരെ ഏൽപ്പിച്ചേക്കണേണ് അങ്ങോട്ട്. കാരണം അവർ ചെയ്തത് പക്കയായിരിക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അത് പള്ളി വെക്കാൻ സ്റ്റാളും കുറച്ച് പറമ്പുകളൊക്കെ പള്ളി വെക്കാൻ കോഴി വെക്കാനായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പിന്നെ കൂടുതലും അവിടെ നിന്ന് നേർച്ചയിട്ട് ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ലേലം പിടിച്ച് അല്ലെങ്കിൽ പുറത്തുനിന്ന് കോഴി വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ആരെങ്കിലും വീട്ടിലെവിടെയെങ്കിലുമാണ് സാധാരണഗതിയിൽ കൂടുതലും ചെയ്തു വരുന്നത് കേട്ടോ. ആ കാരണം ആ തിരക്കിൻ്റെ ഇടയിലേക്ക് പോയി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു അറിവും കൂടി നിങ്ങളോട് ഷെയർ ചെയ്താണ്. വേറെ വീഡിയോഗ്രാഫർ എത്തിയിട്ടുണ്ട്, ഷീച്ചാറിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പേടിക്കണ്ട, നമ്മുടെ വീഡിയോ ക്ലിപ്പ് പോയാലും അവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടല്ലോ അല്ലേ? പിന്നെ അതുപോലെ നമ്മുടെ കുറേ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ചേട്ടന്മാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ പറഞ്ഞാൽ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ കുറേ പരിപാടികളൊക്കെ ഏറ്റെച്ചുകൊണ്ട് അങ്ങോട്ട് പോയേക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലും പെരുന്നാളുണ്ട്. ഒന്നാം പാല് രണ്ടാം പാലത്തൊക്കെ പറഞ്ഞാൽ വാശിക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് തലയിടാൻ പോയിട്ടില്ല. എന്തായാലും സംഭവങ്ങളൊക്കെ റെഡിയായി എന്ന് തോന്നുന്നത്. ടേസ്റ്റ് നോക്കാൻ സൈമൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചട്ടകത്തിൽ നിന്ന് കൊണ്ടിട്ടാണ് നോക്കണം കേട്ടല്ലോ അല്ലേ? ഒന്നും നോക്കേണ്ടെന്ന് പറഞ്ഞാൽ കിടിലാണെന്ന്. എന്തായാലും നേരെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് അല്ലേ അഭിപ്രായം ബാക്കിയുള്ളവരെ കൊണ്ട് പറയിക്കാം. ഞാൻ പറയുന്നത് നല്ല മറ്റുള്ളവർ പറയട്ടെ. ആരും ഇല്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞാൽ പോരെ. ഇപ്പം ഇന്നാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, അവർ പറയട്ടെ. പിന്നെ മെയിൻ കടികൾ കുറച്ച് പേര് മിസ്സായിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് അതും കൂടി ചേർത്ത് സെറ്റാക്കാം. അപ്പോൾ ഇനി കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കണ്ട നമുക്ക് ഇവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇവ മേടിച്ച ചിക്കൻ എങ്ങനെ വെച്ചാലും ശരിയാവും നമുക്കറിയാം. അതൊന്നും അങ്ങ പറയാം. കഴിച്ചിട്ട് ഇപ്പൊ പറയാം. നല്ല ചൂടുണ്ട്. സൈമൻ ചേട്ടാ കഴിച്ചേ. ടേസ്റ്റ് ചെയ്ത് അടിപൊളി. നമ്മ ഇന്ന് എടപ്പള്ളി പള്ളിയില കോഴി വെപ്പ് പരിപാടി 2025 കോഴി വെപ്പ് പരിപാടി നടത്തിയതാണ്. ഈ കോഴി ഇത് ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ അവര് രണ്ടുപേരും കൂടെ മുമ്പിലോട്ട് വന്നേ. ഞങ്ങളുടെ താരങ്ങള് ഞങ്ങളുടെ ഇട്ടിമാണിയും കുഞ്ഞപ്പനും കൂടിയാണ് ഈ സാധനം ഓപ്പറേഷൻ ചെയ്തത്. അടിപൊളിയായിട്ട് ഏതായാലും നല്ല സൂപ്പറായിട്ട്
ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേണ് നീ വെച്ചോണ്ടാണ് ശരിയായത് അല്ലെങ്കിൽ നീ ഉണ്ടായതുകൊണ്ടാണ് ശരിയായത്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടിയാണ് തേക്ക് വെച്ചത്. അല്ല റോയ്സ് ചേട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സാധനം കഴിച്ചാ കഴിച്ചു ഇവനാണ് ഇതിന്റെ കൂട്ടൊക്കെ ഇട്ടത്. കൂട്ടൊക്കെ ഇട്ട കാരണം ഇട്ടതല്ല ഇന്ന് എന്നെ വെക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നിന്നെ വെക്കണമെന്നാ. അല്ല അല്ല വെച്ചതും കോഴിയാണല്ലോ, കുഴപ്പമില്ല. എടാ കഴിച്ചിട്ട് പറയടാ, വെറുതെ അഭിനയിക്കില്ലടാ. എന്തായാലും സന്തോഷം. നമുക്കിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇത്തവണയും കോഴി വെക്കാൻ പറ്റി. നല്ല അടിപൊളിയായിട്ട് മണിച്ചേട്ടാ ഇട്ടിമണിച്ചേട്ടാ ഞങ്ങളുടെ ഇട്ടിമണിച്ചോളൂ ആണ് എന്നെ ഇന്ന് ലിസ്റ്റിലിട്ട് വെച്ച മുടിയായിരുന്നു പറഞ്ഞ അതിന്റെ വിഷയത്തില് 35ഓളം അല്ല എത്ര പേരുണ്ട് എനിക്ക്. അടിപൊളി നമ്മുടെ ബോസ്കോന്റെ വീട്ടില് ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സൗകര്യം ഒരുക്കി തന്ന ബോസ്കോന് പ്രത്യേകം സൂപ്പർ. അതെ അതെ. പക്ഷെ ബോസ്കോ പറഞ്ഞത് അവന്റെ അളിയനാണെന്നാ. അവനങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും അല്ല അതിനെക്കാട്ടിയും വലുത് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മ ഇനിയും ഇതേപോലെ മുന്നോട്ട് അടിപൊളിയായിട്ട് എല്ലാ കൊല്ലം പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇട്ട് പഠിച്ചിട്ട് വല്ലതും പറയണ്ട ഒന്നുമില്ല. അപ്പൊ ഈ ഒരു കോഴിവെപ്പ് നേർച്ച ഇതോടുകൂടി തീർക്കണേ 2025 അല്ലേ? അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ഓക്കെ.